മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻ അല്ല, മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ല നിന്നെ പറ്റി. എല്ലാവരും ഡോക്ടർ ആകണം, എല്ലാവരും എഞ്ചിനീയർ ആകണം, എല്ലാവരും 2 നില വീട് പണിയുന്നവരാകണം, എല്ലാവരും ബെൻസ് കാറിൽ നടക്കണം എന്നൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ട്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇന്ന് ദൈവം നിന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഏത് വൃക്ഷമായിട്ടാണോ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുമ്പോഴോ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നത്. ഇന്ന് ബ്ലസ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഫലം കഴിക്കുന്നവനെ അല്ല, അതിന്റെ ഫലം. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്നതല്ല വിജയകരമായ ജീവിതം. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നിന്നോട് കായ്ക്കാൻ പറയുന്ന ഫലം കഴിച്ച് അതിൽ നിലനിൽക്കുന്നത് അത്രയും വിജയകരമായ ജീവിതം. നിന്നോട് ചിലപ്പോൾ ഒരു പഠിപ്പിക്കാനായിരിക്കും, ഒരു ടീച്ചറാക്കിയായിരിക്കാം ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന, ഒരു ലോയർ ആയിട്ടായിരിക്കാം, ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിട്ടായിരിക്കാം. പലവിധമാകുന്ന ഫലങ്ങൾ കായ്ക്കുവാൻ ദൈവം എന്നാക്കി വെച്ചിരിക്കുമ്പോ അത് കായ്ക്കുമ്പോൾ അവിടെ എത്ര വിജയം. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻ അല്ല, മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡ്സ് അല്ല നിന്നെ പറ്റി. എല്ലാവരും ഡോക്ടർ ആകണം, എല്ലാവരും എഞ്ചിനീയർ ആകണം, എല്ലാവരും 2 നില വീട് പണിയുന്നവരാകണം, എല്ലാവരും ബെൻസ് കാറിൽ നടക്കണം എന്നൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ട്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇന്ന് ദൈവം നിന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഏത് വൃക്ഷമായിട്ടാണോ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുമ്പോഴോ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നത്. ഇന്ന് ബ്ലസ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഫലം കഴിക്കുന്നവനെ അല്ല, അതിന്റെ ഫലം. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്നതല്ല വിജയകരമായ ജീവിതം. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നിന്നോട് കായ്ക്കാൻ പറയുന്ന ഫലം കഴിച്ച് അതിൽ നിലനിൽക്കുന്നത് അത്രയും വിജയകരമായ ജീവിതം. നിന്നോട് ചിലപ്പോൾ ഒരു പഠിപ്പിക്കാനായിരിക്കും, ഒരു ടീച്ചറാക്കിയായിരിക്കാം ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന, ഒരു ലോയർ ആയിട്ടായിരിക്കാം, ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിട്ടായിരിക്കാം. പലവിധമാകുന്ന ഫലങ്ങൾ കായ്ക്കുവാൻ ദൈവം എന്നാക്കി വെച്ചിരിക്കുമ്പോ അത് കായ്ക്കുമ്പോൾ അവിടെ